Watch India's largest kids library only on Jio Hotstar. Download the app now. സമാധാനത്തോടെ ജീവിക്കുക എന്നത് ഈ വേദ സിറ്റിയിൽ ഒരു സ്വപ്നമായി മാറിയിരിക്കുകയാണ്. എല്ലാ കാറുകളും കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരാണ് ചെയ്യുന്നതെന്ന് ആർക്കും തന്നെ അറിയില്ല. ഇതിനെ കുറിച്ച് നമുക്ക് ലഡ്ഡു സിംഗ് സാറിനോട് ചോദിക്കാം. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിന്റെ പിന്നിൽ ആരായിരിക്കും പ്രവർത്തിക്കുന്നത്? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ ആരെങ്കിലും കാറ് കത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും കാറ് കത്തിക്കല്ലേ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. അതോടെ അവരാ പണി നിർത്തും ചെയ്യും. അതെ ലഡ്ഡു സിംഗ് സാറേ, അതൊക്കെ ശരിയാണ്. അവൻ എല്ലാവരെയും കാറുകൾ കത്തിച്ചു കളഞ്ഞിട്ട് അങ്ങ് ഓടി പറഞ്ഞു ഇത് കളയാണോ? കേട്ടല്ലോ. നിങ്ങളുടെ കാർ ഗാരേജിൽ തന്നെ സൂക്ഷിച്ചു വെച്ചേക്ക് കേട്ടോ. കൊണ്ടും വിഷമിക്കണ്ട, എന്റെ കാർ ഗാരേജിലാണ്. കാര്യം പറയുമ്പോഴൊക്കെ ഇങ്ങനെ കളിയാക്കി പാടിയാലുണ്ടല്ലോ. മുത്തശ്ശി, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോവാണ് കേട്ടോ. ബൈ ബൈ മോനെ. ഒരേ സമയത്ത് ഇത്രയധികം കാറുകൾ എന്തിനാ കത്തിച്ച് നശിപ്പിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഒരു കാര്യം അറിയോ, ഞങ്ങളുടെ നാട്ടില് ഇതുപോലെ കല്ലെറിയാനായിട്ട് ഒരാൾ ആരും അറിയാതെ വന്നൂന്ന്. പാത്തും പതുങ്ങി എല്ലാരും വെറുതെ കല്ലെറിഞ്ഞിട്ട് ഓടിക്കളയും. അങ്ങനെ എനിക്കത് കേട്ട് ദേഷ്യം വന്നു. ഞാനൊരു കാര്യം ഉറപ്പിച്ചു, രാത്രി മുഴുവനും ഉറങ്ങാതെ കാവൽ നിന്ന് ആ കല്ലെറിയുന്നവനെ പിടിക്കുമെന്നുള്ള കാര്യം. ഒരു ദിവസം രാത്രി ഞാൻ അവൻ പാത്തും പതുങ്ങി ഒരാള് കല്ലെറിയുന്നത് നേരിട്ട് കണ്ടു. അപ്പോ ഞാന് സ്ലോ മോഷനില് ഒരു എൻട്രി അടിച്ചു. അതായത് അല്ല, നീ എന്തിനാ എൻട്രി അടിച്ച സ്ലോ മോഷനില്? യൂടി സ്ലോ മോഷനില് എൻട്രി അടിക്കുന്നതല്ലേ സിനിമയിലെ ഹീറോക്കള് ചെയ്യുന്നത്. അതുപോലെ ഞാന് സ്ലോ മോഷനില് എൻട്രി ചെയ്യുമ്പോ അങ്ങനെ അയാള് ഫാസ്റ്റ് മോഷനില് ഓടിപ്പോയി. അങ്ങനെ നീ ഉറക്കത്തിന്ന് എണീറ്റു. ഞാൻ എന്തു പറഞ്ഞാലും ഇങ്ങനെ വിശ്വസിക്കാതെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കല്ലേ പതിവ്. ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം പ്രയോജനമായതാണ്. നാട്ടില് പെട്രോളിംഗ് ചെയ്തിട്ടാണ് കല്ലെറിഞ്ഞവനെ പിടിച്ചതെന്ന്. നമ്മളും സിറ്റിയിൽ ഇതുപോലെ പെട്രോളിംഗ് ചെയ്ത് കാറ് കത്തിക്കുന്നവനെ പിടിക്കാൻ കഴിയും. ഞാൻ അവനെ പിടിച്ചു, ഞാൻ അവനെ പിടിച്ചിരിക്കുന്നു. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ വീട്ടിലുള്ളവർ തന്റെ കാറ് വളരെ സൂക്ഷിച്ചാണ് പാർക്ക് ചെയ്യുന്നത്. പക്ഷെ നീയാണെങ്കിൽ എന്റെ പരിധിയിലുള്ള കാറ് കത്തിക്കാൻ ശ്രമിക്കുകയാണല്ലേ? സാറേ, ഞാൻ കാറുകൾ കത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതൊന്നും അല്ല. ഞാൻ ഈ ഭാഗത്തെ സെക്യൂരിറ്റി ഗാർഡാ. സാറൊന്ന് താഴത്തേക്ക് നോക്കിയേ. തണുപ്പ് സഹിക്കാൻ വയ്യാന്നിട്ട് കുറച്ച് ചവറ് കെട്ടിട്ട് കത്തിക്കാൻ വേണ്ടി നോക്കിയതാ. അപ്പോഴാണ് സാറ് വന്ന് വെറുതെ പിടിച്ചത്. ശരി പോട്ടെ, നീ കാര്യാക്കണ്ട. അപ്പൊ നീ വിറക് കത്തിക്കാൻ നോക്കായിരുന്നുല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇന്ന് നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. കത്തിച്ചോളൂ, വിറക് കത്തിച്ചോളൂ. സാറേ, പുറകെ വലിയൊരു ക്യാമ്പ് ഫയർ കത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? പിന്നെന്താ ഇയാള് ഈ ചെറിയ വിറക് കത്തിക്കുന്നത്? നമുക്ക് അവിടെ പോയി ഇരുന്നാലോ? ആരോ തണുപ്പത്തെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഈ ക്യാമ്പ് ഫയർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വന്നേ, നമുക്ക് അവിടെ പോയി കുറച്ചു നേരം ചൂട് കൊള്ളാം. എനിക്കും നല്ല തണുപ്പ് തോന്നുന്നുണ്ടേ. ഓഹോ, ഈ തണുപ്പത്ത് തീനെ കാണുമ്പോ തന്നെ എന്തൊരു മനോഹരമാണ്. പെടാറാം, ഈ തീന്റെ പുറകെ കാണുന്ന വസ്തുവിനെ നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. അതെ സാർ,
കണ്ടിട്ട് എനിക്കും തോന്നുന്നത് അതൊരു മോട്ടോർ ബൈക്ക് ആണെന്നാണ്. അതിനോടൊപ്പം ഒരു സൈഡ് കാറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പെടറാം. ഇത് മോട്ടോർ സൈക്കിളാണ്. ആ കാറ് കത്തിക്കുന്ന മനുഷ്യൻ നമ്മുടെ മോട്ടോർ സൈക്കിളും കത്തിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. വെള്ളം കൊണ്ടുവന്നേ, വേഗം വെള്ളം കൊണ്ടുവന്നേ. ഓ, എനിക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയും? അവൻ പോലീസിന്റെ മോട്ടോർ സൈക്കിളിനെ കത്തിച്ചിരിക്കുകയാണ്. ലഡു സിംഗ് സാറേ, എന്തു പറ്റി? എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? വിഷമിക്കാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും ശിവ? നിനക്കറിയോ, ആ കാറ് കത്തിക്കുന്ന മനുഷ്യൻ എന്റെ മോട്ടോർ ബൈക്ക് കത്തിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. എന്ത് ചെയ്യാ? ലഡു സിംഗ് സാറേ, നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ ഇപ്പോഴല്ലേ കത്തിയത്? അപ്പൊ അയാൾ കുറെ ദൂരം പോയി കാണില്ല. ഞാൻ പോയി നോക്കാം. ശിവ, സൂക്ഷിക്കണേ, ചെലപ്പോ അത് വല്ല ഏലിയൻ ആണെങ്കിലോ. Hey, stop! Hey, stop! ഈ റിപ്പോർട്ടേഴ്സ് ഒക്കെ വളരെ പങ്ക്ച്വൽ ആണല്ലോ. കാറ് മോഷണത്തിനെ കുറിച്ച് ഞാനൊരു ഇന്റർവ്യൂ ഒന്ന് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ഇവന്മാരാണെങ്കിൽ രാവിലെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുകയാണ്. ഞാനിനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ആ കാറുകളെ പിടിക്കാൻ പറ്റിയിട്ടില്ലാന്ന്? സാറ് റോഡിന്റെ CCTV റെക്കോർഡിംഗ് ചോദിച്ചിരുന്നല്ലോ, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കണ്ടോളൂ. ഈ റെക്കോർഡിംഗിൽ അയാളുടെ മുഖം കാണാനേ പറ്റുന്നില്ല. ഈ റെക്കോർഡിംഗിൽ എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇനി അയാളെ പിടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ പ്ലാൻ ഒപ്പിച്ചേ പറ്റൂ. ലഡു സിംഗ് സാറേ, എന്നാ ഞങ്ങൾ പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വിവരം കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കണേ. ശിവ, ദേ അയാളുടെ വായിൽ എന്തോ തിളങ്ങുന്നു. ശരിയാണ് രേവ, എനിക്ക് തോന്നുന്നത് അയാളുടെ വായിൽ ഒരു സ്വർണ്ണപ്പല്ലുണ്ടെന്നാണ്. അയാൾ എങ്ങനെയാണ് ഈ കാറുകളൊക്കെ കത്തിച്ച് നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടെത്തണം. എന്തെങ്കിലും കാരണം ഉണ്ടാവും, അല്ലാതെ ഇങ്ങനെ വെറുതെ നശിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാ ശിവ, നമ്മുടെ നാട്ടില് കല്ലെറിയാൻ വന്നവനും ആളുകളെ എന്തുകൊണ്ടാ കല്ലെറിഞ്ഞെന്ന് അറിയോ നിനക്ക്? ഏതോ ഒരുത്തൻ രാത്രിയിൽ അയാളുടെ മുഖത്ത് കല്ലെടുത്തിട്ടുവെന്ന്. അയാളുടെ മുഖം വല്ലാതെ വികൃതമായി പരിക്കേറ്റു. അന്നു മുതൽ അയാൾക്ക് ദേഷ്യം വന്നിട്ടാ കല്ലെറിയാൻ തുടങ്ങിയത്. യെസ്, അതാണ് ക്ലൂ. എവിടെയും കാറുകൾ കത്തിച്ച് നശിപ്പിക്കുന്നവന്റെ മോട്ടീവ് പ്രതികാരം തീർക്കൽ തന്നെയാണ്. ലഡു സിംഗ് സാറേ, നേരത്തെ എന്തെങ്കിലും കാറ് കത്തിച്ചതോ കളവ് പോയതോ അങ്ങനെ എന്തെങ്കിലും കേസ് വന്നിട്ടുണ്ടോ? ഓർക്ക് കാറ് മോഷണം പോയതിന്റെ കംപ്ലൈന്റോ? ഒരു മിനിറ്റ് ശിവ, ഞാനൊന്ന് ഓർത്ത് നോക്കട്ടെ. നോക്കട്ടെ. യെസ്,
ആ ഇപ്പൊ ഓർക്കുന്നുണ്ട് ശിവ. ഒരു മാസത്തിന് മുമ്പ് ഒരാള് തന്റെ കാറ് കരിഞ്ഞു പോയെന്നുള്ള കംപ്ലൈന്റുമായിട്ട് കൊണ്ട് വന്നിരുന്നു. ഞാൻ ഒരുപാട് അന്വേഷിച്ച് നോക്കുകയും ചെയ്തു. പക്ഷെ അയാളുടെ കാറ് കത്തിച്ചവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ആ കാറിനോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം ആ കാറ് സ്വന്തമായിട്ട് അദ്ദേഹം ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതായിരുന്നു. ലഡു സിംഗ് സാറേ, എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ കാണാൻ പോവാം. ഞാൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ്. ഒരു കാര്യം അന്വേഷിക്കാൻ വന്നതാ. ഓ ഓ ഓ ഓ സോറി, ഞാൻ വിചാരിച്ചു നിങ്ങൾ കത്തിക്കാൻ വന്നവരാണെന്ന്. ഇൻസ്പെക്ടർ സാറേ, ഇദ്ദേഹത്തിന് തെറ്റൊന്നുമില്ല കേട്ടോ. ഇദ്ദേഹത്തിന്റെ വില കൂടിയ കാറിൽ ആരോ തീവച്ചതിന് ശേഷം അന്ന് മുതൽ ഇദ്ദേഹത്തിന് തോന്നിയിരിക്കുകയാ ആരോ ഇദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നു എന്ന്. അതുകൊണ്ട് ഏത് സമയത്തും ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഈ സാധനം ഉണ്ടാകും. സോറി അങ്കിൾ, നിങ്ങളുടെ മുതല് നശിപ്പിക്കാനല്ല ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഞങ്ങൾ സാറിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതായത് സിറ്റിയിൽ മുഴുവനും പുതിയ കാറുകൾ ആരോ കത്തിച്ച് നശിപ്പിക്കുകയാണ്. ഇനി എന്തോന്ന് പറയാനാ വന്നിരിക്കുന്നേ? ഞാൻ ഇൻസ്പെക്ടറോട് നേരത്തെ പറഞ്ഞതാ ആ കാറ് കത്തിച്ചവനെ പിടിക്കാനായിട്ട്. ഇപ്പൊ കണ്ടില്ലേ എത്ര പേരുടെ കാറുകളാ കത്തി നശിച്ചത്. ആരുടെ കാറും ഇനി ഇവിടെ ഉണ്ടാവില്ല. എല്ലാം കത്തി ചാമ്പലാൻ തന്നെ പോവുക. എല്ലാം കത്തി നശിക്കും. എല്ലാം കത്തി നശിക്കും. എല്ലാം കത്തി നശിക്കും. ഓ യെസ് അങ്കിൾ, പ്രതികാരം തീർക്കാനായിട്ട് നിങ്ങളാണ് ആ പണിയൊക്കെ ചെയ്തതെന്ന് മനസ്സിലായി. എന്താ നിങ്ങൾക്ക് ഇതിൽ വല്ലതും പറയാനുണ്ടോ? കുട്ടി, നീ ആളൊരു മിടുക്കനാണല്ലോ. അല്ല, എന്റെ കാറ് കത്തുന്ന സമയത്ത് നീ ഇതെവിടെ പോയിരുന്നു? അന്ന് എന്തുകൊണ്ട് കണ്ടപ്പോ അവനെ പിടിച്ചില്ല? അന്ന് നീ അവനെ പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. ഞാൻ എല്ലാവരുടെയും കാറ് കത്തിക്കും. ഈ വേദാ നഗരത്തിൽ ഇനി ഒരു കാറ് പോലും കാണില്ല. എന്നെ ആരും പിടിക്കാൻ പോകുന്നില്ലല്ലോ. നീയും പിടിക്കില്ല കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പിടിക്ക് വേഗം വന്ന് പിടിക്ക്. എനിക്ക് കാറേ ഇല്ല, അതുകൊണ്ട് ആർക്കും കാറുണ്ടാവരുത്. ലഡു സിംഗ് സാറേ, വേഗം വാതിൽ ചെന്ന് പൊളിക്ക്. ഒരു മിനിറ്റ്, അല്ല ഇതെന്താ? സെറ്റിലുള്ള മുഴുവൻ കാറുകളും കത്തി നശിപ്പിക്കാനുള്ള പ്ലാൻ ആണ് ഇത്. കണ്ടില്ലേ, ഇന്നത്തെ ഡേറ്റിൽ പൂൾ ചോക്കിലാണ് കാർ കത്തിക്കാൻ പോകുന്നത്. അവിടെ കാറിന്റെ ഒരു വലിയ ഡിസ്ട്രിബ്യൂട്ടർ ഷോറൂം ഉണ്ട്. വേഗം വാ. ലഡ്ഡു സിംഗ് സാറേ, വേഗം ചെന്ന് അയാളെ പിടിക്കാൻ നോക്ക്. ജനലെ കൂടി ചാടി ഓടി അയാള്. വന്നേ. ശിവ, നീ തീ അണയ്ക്കുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. നീ അവനെ പിടിക്കാൻ നോക്ക്. വന്നേ, ഒന്ന് വേഗം തുറന്നേ. ഒന്ന് വേഗം തുറക്കാൻ. നിന്നോടിലൊന്ന് പുറത്തേക്ക് വരാൻ പറയണേ. ലഡ്ഡു സിംഗ് സാറേ, വെള്ളം വേസ്റ്റ് ആവുന്നത് കണ്ടില്ലേ? അതൊന്ന് നിർത്താൻ നോക്കൂ. ആഹാ പെടറാം, ഞാൻ ഇപ്പൊ തന്നെ നിർത്തിക്കോളാം.
ശരി ചെറുക്ക, നിന്നെ റെഡിയാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. എന്റെ ഗ്ലൂ ടയർ കാറിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അങ്കിൾ. നിങ്ങൾക്ക് എന്നെ പുറകിലാക്കാൻ പറ്റില്ല. നീ മര്യാദക്ക് പോകില്ലല്ലേ? പിടിവാശി കൂടുതലാ. പിടിച്ചോ? ശരി ശരി ശിവ, ഞാൻ തോറ്റിരിക്കുന്നു. നീ വിജയിച്ചു. അങ്കിൾ, നിങ്ങൾ എത്ര ഇന്റലിജന്റ് ആയ മനുഷ്യനാണ്. ഒരു കാർ കത്തിപ്പോയാ എന്താ, വേറൊരു കാർ ഉണ്ടാക്കാറുന്നില്ലേ? ബുദ്ധി ശരിക്കും നല്ല കാര്യങ്ങൾക്ക് വേണം പ്രവർത്തിപ്പിക്കാൻ. നീ പറഞ്ഞത് എത്രയോ ശരിയാണ്. ഞാൻ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഒരുപാട് നല്ല കാറുകൾ ഉണ്ടാക്കാം. യു ആർ അണ്ടർ അറസ്റ്റ്. നിന്റെ നല്ല സമയമാണ് ഞാൻ നിന്നോടൊപ്പം ഫൈറ്റ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നിന്റെ 32 പല്ലും നിനക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.